ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോം റീൽസ് ബൈ ജോപ്പു. ജസ്റ്റ് മിസ് അല്ലെങ്കിൽ എൻ്റെ സാഷ്ടാംഗ നമസ്കാരം കൂടെ നിങ്ങൾ കണ്ടെന്നായിരുന്നു. അങ്ങനെ രാത്രി 8 മണിക്ക് ഞാനും അനിയത്തിയും കാശിയും കൂടെ ഒരു ചെറിയ ഷോപ്പിങ്ങിന് ആകാശ കാഴ്ചകളൊക്കെ കണ്ടു പോകുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് അറ്റ് 8 o'clock നമ്മൾ മാക്സിലെത്തി. പിന്നെ ഭയങ്കര സെലക്ഷനായിരുന്നു. അതെടുക്കുന്നു, ഇതെടുക്കുന്നു, അത് നോക്കുന്നു, ഇത് നോക്കുന്നു. അങ്ങനെ എല്ലാ ഡ്രസ്സുകളും ഞാനും ലക്ഷ്മി മാറി 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 ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ലക്ഷ്മി 2 ടോപ്പ് എടുത്തെങ്കിലും ആസ് യൂഷ്വൽ ഞാനൊന്നും തന്നെ എടുത്തില്ല. കാരണം ഞാനെടുത്ത കളർ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അമ്മ പറയുന്ന കളർ എനിക്കും ഇഷ്ടപ്പെട്ടില്ല. 8 മണിക്കാണ് ഷോപ്പിങ്ങിന് പോകാമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഞാനും ലക്ഷ്മിയും നേരത്തെ ഇറങ്ങി കേട്ടോ. അമ്മയും അച്ഛനും കുഞ്ഞമ്മയും പിള്ളേരുമായിട്ട് പിറകെ പിന്നെയാണ് വന്നത്. ഒരുപാട് ഡ്രസ്സ് നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ കളർ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ കളർ ഭയങ്കര ഡാർക്ക്, അതെനിക്കും ഇഷ്ടപ്പെടുന്നില്ല. അമ്മ പറയുന്നത് ഞാൻ എപ്പോഴും എടുക്കുന്നത് സ്ഥിരം കളേഴ്സിൻ്റെ ലൈറ്റ് കളർ മാത്രമേ എടുക്കുകയുള്ളൂ, ബ്രൈറ്റ് കളർ എടുക്കാനാണ് അമ്മ പറയുന്നത്. അങ്ങനെ അമ്മയുടെ അഭ്യർത്ഥന പ്രകാരം ഞാൻ പോയി ഡ്രസ്സൊക്കെ നോക്കിയായിരുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കോട്ട് സെറ്റിൻ്റെ കളർ, അതായത് പാൻറ്റുണ്ട് പക്ഷെ അതിൻ്റെ ടോപ്പില്ല. വേറെ ഒന്നിന് നോക്കിയപ്പോഴത്തേക്ക് ടോപ്പുണ്ട് പക്ഷെ എൻ്റെ കറക്റ്റ് സൈസിനുള്ള പാൻറ്റ് ഉണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ ഡ്രസ്സ്. ഇതിൻ്റെ പാറ്റേൺ പക്ഷേ എനിക്കെന്തോ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതായിരുന്നു ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോട്ട് സെറ്റ്. കുറേ നാളുകൊണ്ട് ഞാൻ ഒരു കോട്ട് സെറ്റ് മേടിക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെ ഞാൻ ഇത് സെലക്ട് ചെയ്ത് വെച്ചത്. അഫോർഡബിൾ റേറ്റും ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു ഈ കളർ. പക്ഷേ അമ്മയ്ക്ക് എന്തോ ഇത് ലൈറ്റ് കളറായി പോയി എന്ന് പറഞ്ഞു. ഇതേപോലത്തെ കളറിലുള്ള ഡ്രസ്സ് വേറെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ എനിക്ക് എടുക്കാൻ ഒരു മടി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് വേണ്ടെന്ന് വെച്ചത്. പിന്നെ കിഡ്സ് സെക്ഷനിലോട്ട് പോയി. കിഡ്സ് സെക്ഷനിൽ എന്നെ സഹായിക്കാൻ ദുവാപ്പി ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ധ്രുവൻ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. ധ്രുവന് എല്ലാ ഷോപ്പും അവൻ്റെ പ്ലേ ഗ്രൗണ്ടാണ്. അവൻ സ്റ്റിക്കർ എടുത്ത് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒട്ടിക്കുന്നുണ്ട്. ഞാൻ പിറകെ അവൻ്റെ കൂടെ ഓടുന്നുമുണ്ട്. പിന്നെ കാശിക്ക് ശിവയ്ക്ക് കുറച്ച് ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചു. കാശിക്ക് നോക്കിയ ഡ്രസ്സിനൊക്കെ ഇച്ചിരി റേറ്റ് കൂടുതലായിരുന്നു. പിന്നെ അവൻ പെട്ടെന്ന് ഡ്രസ്സ് ഇല്ലാതാകുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവന് ഓഫറിനുള്ള ടീഷർട്ട് മാത്രം എടുക്കാമെന്ന്. 1-2 വാഷ് കഴിയുമ്പോഴത്തേക്ക് കളർ ഫെയ്ഡാവും. അതുകൊണ്ട് അവന് പിന്നെ ഞാൻ 3 ടീഷർട്ടും പിന്നെ കാശിക്ക് പിന്നെ ഈ ഡ്രസ്സാണ് എടുത്തത് കേട്ടോ. കാശിക്ക് ഈ ഡ്രസ്സ് മതി എന്നുള്ള ഇതായിരുന്നു. പിന്നെ ആ 3 ടീഷർട്ടും എടുത്ത് പിന്നെ എനിക്കൊരു സെറ്റ് കമ്മലും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി. ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പോത്തീസിലോട്ട്. പോത്തീസിൽ പോയത് ലക്ഷ്മിക്കൊരു ജഗിൻസ് നോക്കാനായിരുന്നു. മാക്സിലുണ്ടായിരുന്നു ജഗിൻസ്, പക്ഷേ അത് കറക്റ്റ് ഫിറ്റിങ്സ് ആയിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് പോത്തീസിനും കൂടെ പോയി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പോത്തീസും ക്ലോസിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു. എന്നാലും അവർ കാണിച്ചു തന്നിട്ടോ ഡ്രസ്സ്. പക്ഷേ ജഗിൻസ് കറക്റ്റ് സൈസിനുള്ളത് അവിടെയും കിട്ടിയില്ല. മാത്രമല്ല റേറ്റും ഇച്ചിരി ഹൈ ആയിരുന്നു. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ജഗിൻസൊക്കെ ഓൺലൈൻ ഷോപ്പിംഗ് ആയതുകൊണ്ട് പിന്നെ ഓൺലൈനിൽ ഇനി ഷോപ്പ് ചെയ്യാമെന്നുള്ള ഒരു ഇതിൽ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് ഇനി ഹൈപ്പർ മാർക്കറ്റിലോട്ടൊന്ന് പോകണം. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഡിസ്പ്ലേ ഇട്ടിരുന്ന ഒരു 3 ചുരിദാർ നോക്കിയായിരുന്നു കേട്ടോ. റേറ്റ് എല്ലാം 10,000 15,000 ഒക്കെ ആയിരുന്നു. 15 ആയിരുന്നു കേട്ടോ. 10-15 എന്തോ ആണ്. അതേപോലെ തന്നെ ഈ ഡ്രസ്സിൻ്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ഡ്രസ്സായിരുന്നു പക്ഷേ മെറ്റീരിയലായിരുന്നു. അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി എനിക്ക് കുറച്ച് കാര്യങ്ങൾ മേടിക്കാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോക്കിപ്പോയ സാധനം എനിക്കവിടെ കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ അതും വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ കാശിക്കും ശിവയ്ക്കും പേസ്റ്റും ബ്രഷും ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പോയി മേടിച്ചു. പിന്നെ എനിക്കൊരു ഫേസ് വാഷ് വേണമായിരുന്നു, അതും മേടിച്ചു. അങ്ങനെ പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ മേടിച്ചു. ഇതൊക്കെയാണ് പോത്തീസിൽ നിന്ന് മേടിച്ചത്. നല്ല ലേറ്റായി കേട്ടോ. ആക്ച്വലി നല്ല ലേറ്റായിട്ടാണ് പോത്തീസിൽ പോയത് തന്നെ. പക്ഷെ എന്നാലും കുറച്ച് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ജ്യൂസ് മേടിച്ചു കൊടുക്കാത്തതുകൊണ്ട് ധ്രുവൻ പിണങ്ങി പോവാട്ടോ. പിന്നെ അമ്മയും അച്ഛനും, ആക്ച്വലി എൻ്റെ അച്ഛൻ സെൽഫ് കുക്കിങ്ങിൽ ഒരു പുട്ടുണ്ടാക്കിയ കഥയാട്ടോ ഇത്. മണിപ്പുട്ട് ചെറിയതായിട്ട് അതിനകത്ത് തന്നെ ഇട്ട് തേങ്ങയും കൂടെ വാരി താളിച്ച് നല്ല ബോബാ പുട്ട് ആർക്കുണ്ടാക്കി കൊടുത്ത് കുഴപ്പമില്ല. അങ്ങനെ പോത്തീസിൽ കഥയൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് അവർ ഷട്ടർ ഇട്ട കേട്ടോ. പോത്തീസിലെ ലാസ്റ്റ് കസ്റ്റമർ നമ്മളായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലോട്ട് അച്ഛൻ്റെ കൂടെ ഓട്ടോയുടെ ഫ്രണ്ടിലിരുന്ന് പോകുന്ന ലക്ഷ്മി കേട്ടോ. കാരണം ബാക്കിലെല്ലാം ഹൗസ്ഫുള്ളായി.
ഇനി ഡിന്നറിന് വേണ്ടിയിട്ട് പോയതാ തട്ടുകടയിലോട്ട്. നമ്മുടെ സ്ഥിരം തട്ടുകടയാണ്, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു തട്ടുകടയാണ് കേട്ടോ. ഇത് നമ്മുടെ ക്രൈസ്റ്റ് നഗർ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ഒരു തട്ടുകടയാണ്. അവിടെ നിന്നാണ് നമ്മുടെ 100 റുപ്പീസ് ഡിന്നർ. 100 റുപ്പീസിന് നമുക്ക് എല്ലാവർക്കും ഉള്ള ഡിന്നറാവും. കാരണം ദോശയും ചമ്മന്തിയും മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ വേറെ ഉണ്ട്, ചിക്കൻ ഫ്രൈയും ബീഫ് പെരട്ടും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ സ്ഥിരം കഴിക്കുന്നത് അവിടെ നിന്ന് ദോശയും അവിടുത്തെ ചമ്മന്തിയും മാത്രമാണ്. പിന്നെ പപ്പടവും രസവട ഓംലേറ്റ് പിള്ളേർക്ക് വേണമെങ്കിൽ മാത്രമാണ് ഓംലേറ്റൊക്കെ ഉള്ളത്. ഇത് ഞാനും കാശിയും കൂടെ ഒരു ലൈം ജ്യൂസ് ധ്രുവനെ കാണാതെ കുടിച്ചതാട്ടോ. കാരണം ധ്രുവന് ചുമയുണ്ടായിരുന്നു, അപ്പം നല്ല തണുപ്പമായിരുന്നു ആ ലൈം ജ്യൂസിന്. അതുകൊണ്ടാണ് ധ്രുവനെ കാണാതെ ഒളിച്ച് നിന്ന് കുടിച്ചത്. ധ്രുവനെ മാത്രമല്ല, ശിവനെ ഒളിച്ച് നിന്ന് നമ്മളത് കുടിച്ചത്. പിന്നെ അവിടെ നിന്ന് നമ്മുടെ ദോശയും ചമ്മന്തി, ഇതാണ് നമ്മൾ സ്ഥിരം. പിന്നെ ഒരു ഓംലേറ്റ്, അത് ആക്ച്വലി കാശിക്ക് ശിവയ്ക്കുമാണ്. എനിക്ക് ദോശ വേണ്ടാന്ന് പറഞ്ഞു, എങ്കിലും അമ്മ തന്നപ്പോഴത്തേക്കും ഞാൻ മേടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു ദോശ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഈ വിശേഷം ഇതാണ് ഇന്നത്തെ നമ്മുടെ ചെറിയൊരു ഷോപ്പിംഗ് വിശേഷം. ഇടയ്ക്കുള്ള ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പിങ്സ് ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് എടുത്ത വീഡിയോസ്. ലാസ്റ്റ് ഒരു കട്ടനും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കട്ടൻ ചായ. ലാസ്റ്റ് ഒരു കട്ടൻ ചായയും ദോശയും. ധ്രുവ പിന്നെയും അവൻ്റെ പിണക്കം മാറിയില്ല കേട്ടോ. ജ്യൂസ് മേടിച്ച് കൊടുക്കാത്തതിൻ്റെ പിണക്കമാണ്. ഞാൻ പിന്നെ ലൈം ജ്യൂസും കൊടുത്തില്ലല്ലോ, കാരണം ഭയങ്കര തണുപ്പായിരുന്നു. അതുകൊണ്ടാണ് ആ ലൈം ജ്യൂസ് കൊടുക്കാത്തത്. പക്ഷെ ധ്രുവൻ അത് വേണമെന്നായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഷോപ്പിംഗ് അപാരത. പിന്നെ കാശിയുടെ വക ഒരു ഡാൻസ് രാത്രി 12 മണിക്കുള്ള ഡാൻസ് ആട്ടോ ഈ കാണുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഇനി വീട്ടിലോട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.